കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഒരുപക്ഷെ പൊതുജനങ്ങളുടെ വികാരം എന്താണ്, അവരുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രമ്യ, അവിടെ നിന്നുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ രമ്യ നേരത്തെ തന്നെ പറയുകയുണ്ടായി. എന്തായാലും ഇതിനോട് എങ്ങനെയാണ് കോഴിക്കോട് ജില്ല, നഗരം ഒക്കെ പ്രതികരിച്ചത്? സാധാരണക്കാർ, പൊതുജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? രോഹിണി, ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിന്റെ സൈഡിലാണ്. ബീച്ച് എന്നത്തെയും പോലെ തന്നെ വളരെ ലൈവ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത്. കാരണം ഏറെ തട്ടുകടകളും അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ സന്തോഷം നമുക്ക് കാണിച്ചു തരും. കാരണം അവിടെ ഏറെ ലൈവായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്നത്തെയും പോലെ തന്നെ ആളുകൾ എത്തുന്നു, ഭക്ഷണശാലകൾ ഉൾപ്പെടെ നിരവധിയുണ്ട്. അവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്നു. അത്തരത്തിൽ വളരെ സജീവമായി തന്നെ, ഈ പണിമുടക്കെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ വളരെ സജീവമായി തന്നെ നീങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിരവധി ആളുകളെല്ലാം ഉണ്ട്. ചായയും അതുപോലെ ലഘുഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കാനായിട്ട് നിരവധി ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇതിൽ കട ഉടമകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇന്നിപ്പോ പണിമുടക്കായിരുന്നു. അപ്പൊ അതെങ്ങനെയാ ബാധിച്ചിട്ടുണ്ടോ പണിമുടക്ക്? ഇപ്പോ ഈ നിങ്ങളുടെ കടകളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും തുറന്നില്ല, ഞങ്ങൾ കുറച്ചു നേരമായിട്ടുള്ളൂ. 4 മണിക്ക് ശേഷമാണ് തുറന്നത്. ആള് വളരെ കുറവായിരുന്നു. ഇപ്പൊ എന്നത്തേലും പോലെ ലൈവായി തുടങ്ങിയോ? ഇപ്പൊ കുറച്ച് സമയമായിട്ട് ലൈവായി തുടങ്ങിയിട്ടുണ്ട്. വന്ന ആള് പോകാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം വണ്ടിയില്ലാത്ത കാരണം ദൂരെയുള്ള ആൾക്കാരൊന്നും വരാൻ ബുദ്ധിമുട്ടല്ലേ, അടുത്തുള്ള ആളുകളേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായി പണിമുടക്കിനെ ഇപ്പൊ കാണുന്നത്? അതായത് ഒരു ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ, അങ്ങനെ രീതിയിൽ അഭിപ്രായം ഉണ്ടോ? ഇവിടെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സമാധാനപരമായിട്ടുള്ളതാണ്. കോഴിക്കോടിനെ ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? പകുതി അത് എന്തായാലും അടച്ചിടുകയല്ലേ, എന്തായാലും കച്ചവട ബിസിനസ്സുകാർക്ക് അത് ബാധിക്കും. കാരണം വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതല്ലേ, അത് ബാധിക്കും. ഇത് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. കാരണം ഒരു ദിവസം കടകളെല്ലാം അടച്ചിട്ട് ഇത്തരത്തിൽ ഒരു പണിമുടക്കിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ കച്ചവടത്തിൽ, കാരണം വാടക, അതെല്ലാം നിരവധി കാര്യങ്ങളുണ്ട്, അതിലെല്ലാം ഇവരെ ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇവർ അല്പസമയം മുമ്പാണ് ഇതെല്ലാം തുടർന്ന് 24 മണിക്കൂറാണ് ഈ ഒരു പണിമുടക്കുള്ളത്. ഇതാ ഇവിടെ ചായ കുടിക്കാൻ എത്തിയ നിരവധി ആളുകളുണ്ട്. ഈ പണിമുടക്കായിരുന്നല്ലോ ഇന്ന്, അത് എങ്ങനെയാ വല്ലാണ്ട് ബാധിക്കുന്നു തോന്നുന്നു? എല്ലാ കടകളൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇതിപ്പോ ലൈവായി തുടങ്ങിയല്ലേ, കടകളൊക്കെ തുറന്നു തുടങ്ങി. വൈകുന്നേരം തുറന്നു ആളുകള്, കടകളും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓട്ടോ ഒക്കെ എങ്ങനെ ഇപ്പൊ ഓടുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഓട്ടോകളൊക്കെ നടത്തുന്നില്ലേ, സർവീസ് നടത്തുന്നുണ്ടല്ലോ? ഇപ്പോഴും കുറവാ, വളരെ കുറവാ, സാധാരണ കുറവാ. നിലവിലിപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ലൈവായി തന്നെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നേരത്തെ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയാണ് പറഞ്ഞത്, കാരണം ഈ കടകൾ അടച്ചിടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നുള്ളത് അറിയില്ല. കാരണം ഈ കടകളെല്ലാം അടച്ചിടുമ്പോൾ വാടക കൊടുക്കേണ്ടത്, ഇതെല്ലാം ഇവരുടെ മുടങ്ങുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം എന്നത് നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെല്ലാം എത്തുകയാണ്. അപ്പോൾ അതിനാൽ ഇവർ വൈകുന്നേരത്തോടു കൂടി കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് പറയാം, കോഴിക്കോട് എന്നത്തെയും പോലെ തന്നെ വളരെ ലൈവായി കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. കാരണം നിരവധി ആളുകൾ വരുന്നുണ്ട്, ലഘുഭക്ഷണശാലകൾ ഉൾപ്പെടെ ചായ അതുപോലെ തന്നെ എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വളരെ ഒരു ലൈവായി തന്നെ എന്നത്തെയും പോലെ തന്നെ ആയി തുടങ്ങി. ഇവിടെ ആളുകളുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടും തോന്നുന്നുണ്ടോ? ഇത് കേരളത്തിൽ മാത്രമല്ല ഇത്തരത്തിലൊരു പണിമുടക്ക് വലിയ തോതിലൊരു ബാധിക്കുന്നുള്ളൂ. ഇപ്പൊ തമിഴ്നാട്, മറ്റു സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് കേരളത്തിലല്ലേ ഇത്തരത്തിലൊരു കടകളെല്ലാം അടച്ചിട്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കൊടുക്കുകയാണ്. കടകൾ നിർബന്ധിച്ച് അടക്കില്ലല്ലോ, കാരണം എല്ലാ പാർട്ടിക്കും വേണ്ടി സഹകരിച്ചു കൊടുക്കുകയാണ് കടക്കാർ. ഇന്നിപ്പോ കോഴിക്കോട് പുതിയങ്ങാടിയിലൊക്കെ ഒരു സ്കൂളിൽ ജോലിക്ക് വന്ന അധ്യാപകരെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ബന്ധല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാ പാർട്ടിയും നടത്തുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ശരി രമ്യ, എന്തായാലും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നതിനുള്ള ഒരു തത്രപ്പാട് തന്നെയായിരുന്നു രാവിലെ മുതൽ. നേരത്തെ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഏവരെയും ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക. എന്തായാലും കേരളത്തിൽ പരാജയമായിരുന്നു എന്ന് കണ്ടതാണ്. അയൽ സംസ്ഥാനങ്ങളിൽ അമ്പേ പരാജയം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ സാഹചര്യം കൂടി ഒന്ന് നോക്കാം. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് തെലങ്കാനയിൽ വൻ പരാജയമായി മാറി. രാവിലെ മുതൽ തന്നെ സർക്കാർ വാഹനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ പതിവ് പോലെ പ്രവർത്തിച്ചു.